പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യയിലേക്ക് LPGയുമായി മറ്റൊരു കപ്പൽ കൂടി എത്തിച്ചേർന്നു. 42,000 മെട്രിക് ടൺ LPGയുമായി ചരക്ക് കപ്പൽ ജഗ് വസന്ത് ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്ത് നങ്കൂരമിട്ടു. ഇറാനിയൻ തീരത്തോട് ചേർന്നുള്ള സവിശേഷമായ പാതയിലൂടെയാണ് കപ്പൽ യാത്ര ചെയ്തതെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് പാചകവാതക ക്ഷാമം നേരിടുമെന്ന ആശങ്ക നിലനിൽക്കെ ജഗ് വസന്തിന്റെ വരവ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ കപ്പലിന് പുറമെ പൈൻ ഗ്യാസ് എന്ന മറ്റൊരു കപ്പൽ കൂടി 45,000 ടൺ LPGയുമായി വരും ദിവസങ്ങളിൽ മംഗലാപുരം തുറമുഖത്തെത്തും. ഈ രണ്ട് കപ്പലുകളിലുമായി എത്തുന്ന വാതകം ഇന്ത്യയുടെ ഒരു ദിവസത്തെ ആകെ ആവശ്യത്തിന് തുല്യമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ അധികൃതരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായാണ് സങ്കീർണമായ യുദ്ധ സാഹചര്യത്തിലും കപ്പലുകൾക്ക് ഇന്ത്യയിലെത്താൻ കഴിഞ്ഞത്. നിലവിൽ 20 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവയെയും സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു. ഈ മേഖലയിൽ കുടുങ്ങിക്കിടന്ന 22 ഇന്ത്യൻ കപ്പലുകളിലൊന്നാണ് ജഗ് വസന്ത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ഈ ചരക്കു കപ്പൽ അപകട മേഖല പിന്നിട്ടതും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള വിപണി. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. കടലിടുക്ക് തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ട്രംപ് തേടിയെങ്കിലും നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. അതേസമയം രാജ്യാന്തര ക്രൂഡ് വില കുതിച്ചു കയറുന്നതിനിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഗണ്യമായി കുറച്ചു. പെട്രോളിന്റേത് 13 രൂപയായിരുന്ന തീരുവ 3 രൂപയായിട്ടാണ് കുറച്ചത്. ഡീസലിന് ബാധകമായിരുന്ന തീരുവ 10 രൂപയായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ക്രൂഡ് ഓയിൽ വിലവർധനയുടെ ഭാരം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നിലവിലുണ്ടാകുന്ന നഷ്ടം നികത്താനുമാണ് നീക്കം. പെട്രോളിന്റെയും ഡീസലിന്റെയും ചെറുകിട വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായേക്കില്ല. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിരുന്നു. മറ്റ് കമ്പനികളും സമാനമായ വിലവർധന നടപ്പാക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് 106.73 രൂപയാണ്. കഴിഞ്ഞ ഏപ്രിലാണ് അവസാനമായ അധിക എക്സൈസ് തീരുവ കേന്ദ്രം പരിഷ്കരിച്ചത്. അന്ന് രാജ്യാന്തര എണ്ണവില ഗണ്യമായി കുറഞ്ഞതിന്റെ മെച്ചം ജനങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും അഡീഷണൽ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ 2 രൂപ വീതം കൂട്ടുകയാണ് ചെയ്തത്. പമ്പുകളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്ന് കൂടിയില്ലെങ്കിലും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഇളവ് ലഭിച്ചില്ല. നിലവിൽ 1 ലിറ്റർ പെട്രോളിന് 24 രൂപയും ഡീസലിന് 30 രൂപയും എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. 2 ഓപ്ഷനുകളാണ് സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്. ഒന്നുകിൽ മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ധനവില ഗണ്യമായി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വയ്ക്കുക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ധനവില 30 മുതൽ 50% വരെയും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ 30%വും യൂറോപ്പിൽ 20% വർദ്ധിച്ചതും പുരി ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 28 ശേഷം ക്രൂഡ് ഓയിൽ വിലയിൽ 50% വർധനവാണ് ഉണ്ടായത്. എന്നാൽ പെട്രോൾ, ഡീസൽ, ചില്ലറ വില നാളുകളായി മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത് എണ്ണ കമ്പനികൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 2022 ഏപ്രിലിന് ശേഷം സാധാരണ പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ക്രൂഡ് ഓയിൽ നിരക്ക് ഉയർന്നപ്പോൾ എണ്ണ കമ്പനികൾ വില കൂട്ടാതെ ബാധ്യത ഏറ്റെടുക്കുകയും നിരക്ക് കുറഞ്ഞു നിന്ന സമയത്ത് ലാഭമുണ്ടാക്കുകയും ചെയ്തു. ഇതേ രീതി തുടരുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം ഏപ്രിൽ 6 വരെ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം നിർത്തിവച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സമാധാന ചർച്ചകളിൽ പുരോഗതിയുള്ളതിനാലാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഊർജ്ജ നിലയങ്ങൾ തകർക്കാനുള്ള നീക്കം 10 ദിവസത്തേക്ക് കൂടി ഞാൻ നീട്ടിവയ്ക്കുന്നു. ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണിവരെയായിരിക്കും ഈ സാവകാശം. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നുണ്ടെങ്കിലും ചർച്ചകൾ വളരെ ശുഭകരമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് ട്രംപ് കുറിച്ചു. എന്നാൽ നിലവിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിൽ തിരിച്ചടി ശക്തമാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ ഗ്രിഡുകൾ തകർക്കുമെന്ന ഏറ്റവും വലിയ നിലയത്തിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇത് 2ാം തവണയാണ് ട്രംപ് ആക്രമണ തീയതി നീട്ടുന്നത്. സിവിൽ ജനവാസ മേഖലയിലെ സൗകര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാമെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ പവർ ഗ്രിഡുകൾ ബോംബിട്ട് തകർക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ഏകദേശം 1937 ഇറാനികളും 13 അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.